എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2024 LD ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ ഇംഗ്ലീഷും മലയാളവുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇൻസേർട്ട് ആർട്ടിക്കിൾസ് wherever necessary. He is dash European student. He has to go to dash hospital as he is ill. ആൻസർ എന്താ വരിക? ഹീസ് എ യൂറോപ്യൻ എന്നാണ് വരിക. കാരണം ഈ ആണ് വെച്ചെങ്കിലും യു എന്നാണ് നമ്മൾ സൗണ്ട് ചെയ്യണത്, യൂറോപ്യൻ. അപ്പൊ എ യൂറോപ്യൻ എന്നാണ് വരിക. പിന്നെ എന്താണ്? എ ഹോസ്പിറ്റൽ. ഹി ഹാസ് ടു ഗോ ടു എ ഹോസ്പിറ്റൽ ആസ് ഹി ഈസ് ഇൽ. അപ്പോൾ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് സെലക്ടിങ് ദ കറക്റ്റ് ഫോം ഓഫ് ബി from the given below. Either your brakes or your eyesight dash at fault. Answer A ആണ് is at fault. Next question. Add the appropriate question tag. You never say what you are thinking. ആൻസർ ഡി ആണ് ഡു യു. യു നെവർ എന്ന് പറയുന്ന കാരണം ഇത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ടാഗ് എന്ത് വരും? പോസിറ്റീവ് ആയിട്ട് വരും. ഡു യു എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ പാസീവ് ഫോം ഓഫ് ദ ഗിവൺ സെന്റൻസ്. വെൻ ഡിഡ് ദേ ബിൽഡ് ദീസ് ഹൗസസ്? ആൻസർ ബി ആണ് വെൻ വേർ ദീസ് ഹൗസ് built. Next question. Identify the correct sentence. Hardly വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് എഴുതാന്ന്? Hardly കഴിഞ്ഞ had he stood up when the chairman asked him to sit down. 65 D ആണ് ആൻസർ. Next question. Use the one word substitute for the underlined phrasal verb. The two boys went at each other furiously. Went at എന്നുള്ളതിന് ഒരു വൺ വേർഡ് ഏതാണെന്ന്? അറ്റാക്ക്. ATTACKED. അറ്റാക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements are grammatically correct? My spectacles is broken. പറയോ. Your jeans are in the wash. A pair of shoes cost ₹1,000. The stairs were steep and winding. ആൻസർ ബി ആണ്. അതായത് യുവർ ജീൻസ് ആർ ഇൻ ദ വാഷ്. പിന്നെ എന്താണ്? ദ സ്റ്റെയർസ് വർ സ്റ്റീപ്പ് ആൻഡ് winding. Next question. Find out the meaning of the underlined idiom. To succeed in life, one should burn the midnight oil. ആൻസർ ബി ആണ് വർക്ക് വെരി ഹാർഡ്. Next question. Identify the group consisting of the words with the correct spelling. ഇതിൽ ഏതിലാണ് കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ടുള്ളത്? അതായത് സുവനീർ ഏതാണ് കറക്റ്റ്? SOUVENIR. സുവനീർ അത് ശരിയാണ്. പിന്നെ എന്താണ്? 12th TWELFTH. അപ്പൊ ഏതാണ് ശരി? ആൻസർ സി ആയിട്ട് വരും അല്ലേ? പിന്നെ വേഴ്സറ്റിലിറ്റി, പിന്നെ സ്റ്റുപ്പിഫൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് using the correct word. In the speech she showed dash
upon him. Compliments. 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 ഇനി മലയാളാണ്. ശരിയായ വിഗ്രഹാർത്ഥം കണ്ടെത്തുക. അംഗോപാംഗം. അംഗവും ഉപാംഗവും. അംഗോപാംഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ അറിയാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം. ആൻസർ സി ആണ്, ജിജ്ഞാസ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ പുല്ലിംഗ ശബ്ദങ്ങൾ ഏതെല്ലാം? ഏകാകി, കവി, കരിണി, കഷക. ആൻസർ എ ആണ്. അതായത് ഏകാകി എന്നുള്ളതും പിന്നെന്താണ് കവി എന്നുള്ളതുമാണ് പുല്ലിംഗ ശബ്ദങ്ങൾ. കവിയുടെ സ്ത്രീലിംഗം ഏതാണ്? കവയിത്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാദം കൊണ്ട് പാനം ചെയ്യുന്നത് എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്? ആൻസർ സി ആണ്, പാദപം. പാദം കൊണ്ട് പാനം ചെയ്യുന്നത് എന്നർത്ഥം. പാദപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ചുരുക്കി പറയുക. ശ്ലോകത്തിൽ കഴിക്കുക എന്നതിന് പറയുക ചുരുക്കി പറയുക എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പദം കണ്ടെത്തുക. കവയിത്രിയാണ്. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ളത്? എ ആണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിണ്ടലം പിരിച്ചെഴുതിയത് നോക്കി ശരിയായത് കണ്ടെത്തുക. വിണ്ടലം എങ്ങനെയാ പിരിച്ചെഴുതുക? വിൺ പ്ലസ് സ്ഥലം, വിണ്ടലം. ആകാശം എന്ന അർത്ഥം വരുന്ന പദങ്ങൾ ഏതെല്ലാം? വാനം, വാതായനം, ഗഗനം, മരാളം. അതായത് വാനം എന്നുള്ളത് ആകാശാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്താണ്? ഗഗനം. വാനം, ഗഗനം എന്നുള്ളതും ആകാശാണ്. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉഗ്രം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഉഗ്രം. ഉഗ്രത്തിന്റെ വിപരീതം ശാന്തം. തെറ്റായി എഴുതിയിരിക്കുന്ന വാക്ക് ഏതാണ്? ന്യായാധിപൻ. ന്യായാധിപൻ എങ്ങനെ എഴുതുക? ധിപൻ. ഈ ആണ് എഴുതേണ്ടത്. ധിപൻ. ന്യായാധിപൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സബ്മിറ്റ് എന്ന പദത്തിന് തുല്യമായ മലയാള പദം ഏതാണ്? സമർപ്പണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാഗം എന്ന പദത്തിന് പാമ്പ് എന്നാണ് അർത്ഥം. നാകം എന്ന പദത്തിനോ? നാകം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണമാണ്. നാഗം പാമ്പാണ്. നാഗം സ്വർഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രതിപദം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ആൻസർ ടി, പദം ഓരോന്നിലും. പ്രതിപദം എന്ന് പറഞ്ഞ പദം ഓരോന്നിലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ വാക്യം ഏതെന്ന് കണ്ടെത്തുക. അയാൾ സ്വയം ആത്മഹത്യ എന്ന് പറയില്ല. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ തന്നെ സ്വയം ചെയ്യണതാണല്ലോ. അപ്പൊ അങ്ങനെ പറയില്ല. പിന്നെ എന്താണ്? യോഗത്തിന് ഏകദേശം 1000-ഓളം ആളുകൾ പങ്കെടുത്തു. അത് ശരിയാണോ? അല്ല, ഏകദേശം 1000 ആള് പങ്കെടുത്തു എന്നുള്ളതേ പറയുള്ളൂ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതെ നോക്കുന്നതാണ് നല്ലത്. നോക്കുന്നതാണ് എന്ന് വരെ മതി, നല്ലത് എന്ന് വേണ്ട. അപ്പൊ ഈ അടുത്തതാവും ആൻസർ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയതിനു ശേഷമാണ് കളക്ടറും മേയറും എത്തിയത്. അപ്പൊ എന്താണ്? ഡി എന്നുള്ളതാണ് ആൻസർ. ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്ത പദം ഏത്? ആൻസർ സി ആണ്. ആദേശസന്ധി എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരണതാണ് ആദേശസന്ധി. ഇതില് തിരുവോണം എന്നുള്ളതില് തിരു പ്ലസ് ഓണം, തിരുവോണം, വകാരം, ആഗമം, ആഗമസന്ധിയാണ് വരിക.
അപ്പൊ ഇതാണ് ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത്. ആള് കൂടിയാൽ പാമ്പ് ചാകില്ല എന്ന പ്രയോഗത്തിന്റെ ആശയം ഏതാണ്? ആളുകൾ കൂടിയാൽ അഭിപ്രായ വ്യത്യാസം വരാനും ലക്ഷ്യത്തിലെത്താൻ കഴിയാതെയും വരും. ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ സഹായിക്കും എന്നതിന്റെ ശരിയായ വിവർത്തനം ഏത്? ഞാൻ സഹായിക്കും, ഐ വിൽ അസിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ബഹുവചനം അല്ലാത്തത് ഏത്? ആൻസർ ഡി ആണ്. പണിക്കർ എന്നുള്ളത് ഒരാളെ തന്നെ പണിക്കർ എന്ന് പറയും. അപ്പോൾ ബഹുവചനമല്ലാതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാനെന്ന ഭാവം എന്ന അർത്ഥത്തിൽ വരുന്ന ഒറ്റപ്പദം ഏത്? ഞാനെന്ന ഭാവം എന്ന് പറയുന്നത് അഹംഭാവം, ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഹലോകത്തെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏത്? ഇഹലോകത്തെ സംബന്ധിക്കുന്നത് ഐഹികം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.